നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയോട് 2-1 പൊട്ടിയല്ലോ. ഇപ്പോൾ ബാക്ക് ടു ബാക്ക് തോൽവികളായി കഴിഞ്ഞു സാന്റിയാഗോ ബെർണാബ്യൂവിൽ. കഴിഞ്ഞ 8 കളികളിൽ നിന്ന് റയൽ മാഡ്രിഡ് ജയിച്ചത് 2 കളികളാണ്. 3 കളികൾ സമനില, 3 കളികൾ പൊട്ടി എന്നും മാത്രമല്ല 11 ഗോളുകൾ കൺസീഡ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 4 കളികളൊന്നും എടുത്തു നോക്കുക, ഒറ്റ ജയം. ജിറോണയോട് 1-1 സമനില, അത്ലറ്റിക് ക്ലബിനോട് 3-0 ജയിച്ചു. എന്നാൽ സെൽറ്റാവിഗയോട് 2-0 തോറ്റു, സിറ്റിയോട് 2-1 തോറ്റു. ഇതിൽ ഈ 2 കളികളുണ്ട്, അവസാനം കളിച്ച 2 കളികൾ പൊട്ടിയിരിക്കുകയാണ്. ആ 2 പൊട്ടിയതും സാന്റിയാഗോ ബെർണാബ്യൂവിലായിരുന്നു. ബെർണാബ്യൂവിലെ ഫാൻസ് ടീമിനെ കൂവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി എന്ത്, സാബി അലോൺസോ പുറത്തേക്കോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, കളി കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് സാബി അലോൺസോയുടെ കാറിന് ചുറ്റും നിന്ന് ആരാധകർ സാബി കാത്തിരിക്കുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, പേഷ്യൻസ് ആണ് ഇപ്പോൾ വേണ്ടത് എന്ന് പറയുന്ന മറ്റൊരു മനോഹരമായ രംഗവും കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് ഗുയർമോ റായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിലവിൽ റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സാബി അലോൺസോയെ പുറത്താക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. Senior sources at Real Madrid are not expressing concerns after the defeat tonight എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു തരത്തിലുള്ള കൺസേണും സാബിയുടെ കാര്യത്തിൽ അവരിപ്പോൾ മുന്നോട്ട് വെക്കുന്നില്ല. സാബി തന്നെ തൽക്കാലത്തേക്ക് അവിടെ തുടരും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അടുത്ത മത്സരം അലാവസിനെതിരെ ഡിസംബർ 15 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആ കളിക്കും സാബി തന്നെ അവിടെ കോച്ചായിട്ടുണ്ടാകും. സാബി ഈ കളിക്ക് ശേഷം പറഞ്ഞത്, ഞാനല്ല, ക്ലബ്ബാണ് വലുത്, അതാണ് പ്രധാനം, ഇപ്പോൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അടുത്ത കളിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് സാബി അലോൺസോ പറയുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.